റസൽ ജോ, ഇവിടെ ശ്രീ ജോണിക്കുട്ടി ഒഴികയിൽ ചുമ്മാതങ്ങ് പറയുന്നതല്ല. സുപ്രീം കോടതിയിൽ പറഞ്ഞ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട വാദം പറയുകയാണ്. ഈ പറയുന്ന എന്താണ് പിരമിഡ് പോലെയാണ്. ഇപ്പോൾ പിരമിഡ് ഇത് പിരമിഡിൻ്റെ ഷേപ്പാണ്. ഇനി പിരമിഡ് അങ്ങ് പൊട്ടിയെന്ന് നോക്കുക. പിരമിഡ് പൊട്ടി എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? ഏതോ ഒരു ക്ഷേത്രമുണ്ട്, 1000 വർഷം അങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ച ജനത്തിന് ഭീഷണി ഉണ്ടാവും? ഇല്ലല്ലോ. ഇതങ്ങനെ അല്ലല്ലോ. ഇത് പിരമിഡ് പോലെ അല്ലല്ലോ. ഇത് ആ ക്ഷേത്രം പോലെ അല്ലല്ലോ. ഇതിനുള്ളിൽ ഇത്രയും വെള്ളം നിൽക്കുകയാണല്ലോ. ഇത് ഇത്രയും വർഷം പഴക്കമുള്ളതാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ട സാധാരണ മനുഷ്യരെ, ഭൗതിക ശാസ്ത്രജ്ഞരല്ലാത്ത മനുഷ്യരെ കുറ്റം പറയാൻ പറ്റും? റസൽ ജോയി, ഇവിടെ ജോണിക്കുട്ടി ഒഴികയിൽ പറയുന്നത് ഇത് കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തിയത് എന്താണ്? ഹൈഡ്രോളജിക്കലി, സ്ട്രക്ചറലി, സീസ്മിക്കലി സേഫ് എന്ന് കണ്ടെത്തി കോടതിക്ക് അത് ബോധ്യപ്പെട്ടെടുത്ത് നമ്മളുടെ ഈ പറയുന്ന ദുർബല വിലാപം 152 അടി ആക്കാൻ അനുവദിക്കല്ലേ സാറേ, ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെവിടെ കേൾക്കാനാണ്? റസൽ ജോയ്, ഈ ഹൈഡ്രോളജിക്കലി, സീസ്മോളജിക്കലി, സ്ട്രക്ചറലി സേഫ് എന്ന് പറയാനായിട്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആരാണ്? അതിലൊറ്റ ഹൈഡ്രോളജിസ്റ്റ് ഇല്ല ആ കമ്മിറ്റിയിൽ, ഒറ്റ സീസ്മോളജിസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു കമ്മിറ്റി ഹൈഡ്രോളജിക്കലി, സീസ്മോളജിക്കലി സേഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ ശ്രീ കമ്മത്ത് പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാവുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതാണ്. അങ്ങനെ ഒരു ക്ഷിപ്വമുണ്ടോ എന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു പ്രദേശത്ത് ആ ക്ഷിപ്വമുണ്ടോ എന്നുള്ളത് കൂടി കോടതി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല, ഈ മേസൺറി ഡാം, പിന്നെ ഗ്രാവിറ്റി ഡാം, അതല്ലേ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് തകർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തകർന്നിട്ടുള്ളത് ഈ മേസൺറി, ഗ്രാവിറ്റി ഡാംസ് തന്നെയാണ്. ആയിരക്കണക്കിന് ഡാംസുകളാണ് അങ്ങ് തകർന്നത്. പഴയ ടെക്നോളജി അത് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ 36 ഡാംസ് തകർന്നതിൽ പലതും മേസൺറി, ഗ്രാവിറ്റി ഡാംസാണ്. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല. പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പിരമിഡ് വെള്ളത്തിലല്ലല്ലോ. മാത്രമല്ല, പിരമിഡിൻ്റെ ഒരു കല്ലിന് എന്ത് വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നത്? 1 ടണ്ണാണ് വെയിറ്റ്. ഒറ്റ കല്ലിന് 1 ടണ്ണാണ് വെയിറ്റ്. ചിലപ്പോൾ ഇച്ചിരി വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് ആളുകൾ തലച്ചുമടായിട്ട് കൊണ്ടുവന്ന കല്ലുകളാണ്. ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ സുർക്കി മോട്ടാർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്താണ്. ആ സുർക്കി മോട്ടാർ ഇപ്പോൾ അവിടെ ഇല്ല. സുർക്കി മോട്ടാർ മുല്ലപ്പെരിയാർ ഡാമിൽ ഇല്ല. നമ്മൾ ഈ പറയുന്ന വാദങ്ങൾ നിരർത്ഥക വാദങ്ങൾ നമുക്ക് നന്നായി അറിയാം. അതിന് കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ പറയുന്ന കേരളത്തിൻ്റെ പ്രതിനിധിയും തമിഴ്നാടിൻ്റെ പ്രതിനിധിയും ഈ പറയുന്ന ജലകമ്മീഷൻ്റെ പ്രതിനിധിയും ഒക്കെ ചേരുന്ന കമ്മിറ്റിയും സുപ്രീം കോടതിയും ഒക്കെ ഇതിനെ വളരെ വിശാലമായി ദീർഘനാളുകളിൽ വാദം കേട്ടിട്ട് 142 അടി ആയിക്കോളൂ തമിഴ്നാട് എന്ന് തമിഴ്നാടിനോട് പറഞ്ഞ വാദമുഖങ്ങൾ നമ്മൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. നമ്മുടെ ഈ പ്രശ്നം ഇപ്പോൾ ഈ പറയുന്ന തമിഴ്നാട്ടിലെ മന്ത്രി പറയുന്നത് അഹങ്കാരത്തിൻ്റെ വാക്കാണേ. 142 അടി നിലവിൽ അവർക്ക് വെള്ളം കിട്ടാതിരിക്കുന്നില്ലേ? 142 അടി എന്ന് പറഞ്ഞാൽ അവർക്ക് യഥേഷ്ടം വെള്ളമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആശങ്കയ്ക്ക് പുല്ല് വരെ കൊടുക്കണ്ട എന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ 152 അടിയാക്കും എന്ന ധാർഷ്ട്യത്തോടെ അവിടുത്തെ മന്ത്രി പറയുന്നത്. അതിനെ ചെറുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നോക്കണ്ടേ റസൽ ജോയി? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ആ ധാർഷ്ട്യം തന്നെയാണ് പറയുന്നത്. ശ്രീ പെരിയസ്വാമി പറഞ്ഞത് ധാർഷ്ട്യം തന്നെയാണ്. അവരെ ഈ ധാർഷ്ട്യത്തിലേക്ക് എത്തിച്ചത് നമ്മളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ ജനതയാണ് അവരെ ഈ ധാർഷ്ട്യത്തിലേക്ക് എത്തിച്ചത്. അവരെന്ത് തീരുമാനിച്ചാലും അത് നടത്താൻ കഴിയുമെന്ന് അവരുടെ ചരിത്രമാണ്. അതായത് ഈ 129 വർഷത്തെ ചരിത്രമാണത്. അവരെന്ത് തീരുമാനിച്ചാലും അത് നടത്തിയിട്ടുണ്ട്. ഈ ഡാം വീക്കാണെന്ന് പറയുന്നത് ആരാണ്? തമിഴ്നാടാണ് ഈ ഡാം വീക്കാണെന്ന് പറയുന്നത്. വീക്കല്ലെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സ്ട്രെങ്ത് ഉള്ള ഡാമിന് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തമിഴ്നാട് ഇത് ഡാം വീക്കാണെന്ന് പറയുന്നത്, ഇത് തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നത് തമിഴ്നാടാണ്. അതുകൊണ്ടാണ് അവർ കൂടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ലിഫ്റ്റ്മെൻറ്റ് ഫോഴ്സ് ഒന്നും തടയാൻ ഒരു റിപ്പയറിങ്ങിനും സാധ്യമല്ല. ഇപ്പോൾ ഒരു സൈഡ് വാൾ പണിതിട്ടുണ്ട്. ഈ സൈഡ് വാള് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് RCC സൈഡ് വാളാണ്. അത് എങ്ങനെ മറ്റേ ഓൾഡ് ടെക്നോളജി അനുസരിച്ചുള്ള ഡാമുമായിട്ട് ഒരേ രീതിയിലാവുക? രണ്ടും 2 സ്ട്രക്ചറായിട്ട് നിൽക്കും. അതായത് ഏച്ച് കിട്ടിയത് മുഴച്ചു നിൽക്കുന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അതുപോലാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും സൈഡ് വാൾ തകരാനായിട്ട് കുറച്ച് നേരം കൂടി എടുക്കും. ഇത് ഒന്നിച്ച് ഒരു സ്ട്രക്ചറായിട്ടൊന്നും അല്ല വരുന്നത്. മാത്രമല്ല, ഈ സൈഡ് വാളിൻ്റെയും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അൺസയൻറ്റിഫിക്കാണ്. ഒരിക്കലും ഈ ഡാം റിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് വേണം റിപ്പയർ ചെയ്യാനായിട്ട്. മൊത്തം റിസർവോയറിലെ വെള്ളം മാറ്റി കളഞ്ഞിട്ട് ഡാം റിപ്പയർ ചെയ്യണം. അതാണ് ശരിക്കുള്ള റിപ്പയറിംഗ് എന്ന് പറയുന്നത്. അല്ലാത്ത റിപ്പയറിംഗ് ഒന്നും റിപ്പയറിംഗ് അല്ല. ഇപ്പം മൊത്തം
വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് റിപ്പയർ ചെയ്യുന്നതിലും ഭേദമല്ലേ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത്തരമൊരു റിപ്പയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ശരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാം ഒരു ഇന്നാണ് പെനീക്കൊക്കെ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതെങ്കിൽ ആ സ്ഥലത്ത് പണിയില്ല. കാരണം അതിൻ്റെ അടിയിലുള്ള പാറ അത്ര ഉറച്ചതല്ല. അതിനേക്കാളും നല്ല സ്ഥലങ്ങൾ ഇപ്പോൾ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇത് തകരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നമുക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുമോ? 1.5 കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കണ്ടേ? എന്തിനാണ് ഈ 1.5 കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ അവിടെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിർത്തുന്നതെന്നാണ് നമ്മൾ സുപ്രീം കോടതിയോട് ചോദിക്കേണ്ടത്. ഇവിടെ നമ്മുടെ സദേൺ നേവൽ കമാൻഡ് ഉണ്ട്. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഉണ്ട്. എത്രയെത്ര ഫാക്ടറികളുണ്ട്. അതിൽ പലതും കെമിക്കൽ ഫാക്ടറികളും വിഷവാതകങ്ങളായ ഈഥൈനും ബെൻസീനും ഒക്കെ നമുക്ക് നമ്മുടെ ആശങ്കകൾ പറയാം. പക്ഷേ നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്? ഇതിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വ്യവഹാര വഴിയിൽ നമ്മൾ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പരാജയം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ ആശ്രയിക്കാൻ കഴിയും സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ഈ പറഞ്ഞ മേൽനോട്ട സമിതി സൂപ്പർവൈസറി കമ്മിറ്റി വെക്കുന്നു. അവിടെ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. നമുക്ക് നിയമത്തിൻ്റെ വഴിയിൽ കൂടി മാത്രമല്ലേ പോകാൻ കഴിയുള്ളൂ. ആ നിയമത്തിൻ്റെ വഴി പൂർണ്ണമായി തമിഴ്നാടിന് അനുകൂലമല്ലേ റസൽ? അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ആശങ്ക എന്ന് പറഞ്ഞാൽ ആരിവിടെ കേൾക്കാനാണ്? അല്ല, ഈ രാജ്യത്ത് ഒരു കോടതി മാത്രമല്ല ഉള്ളത്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ കോടതിയല്ല തീരുമാനം എടുക്കേണ്ടത്, ലെജിസ്ലേച്ചറാണ്. അല്ല, അതിന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. അതിന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നാളെ ഇത്രയായല്ലോ. ഇപ്പോൾ 2020 പുതിയ നിയമപ്രകാരം അത് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. എന്തോ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇതുവരെ ആ സംവിധാനം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിനുള്ള ചർച്ചയ്ക്ക് മുൻകൈ എടുക്കലോ പോലെയുള്ള ഒരു പരിപാടിയും കാലം ഇത്രയായിട്ടും കേന്ദ്രം സ്വീകരിക്കുന്നില്ലല്ലോ. അതിന് കേന്ദ്രം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാവോ? അത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളിതുവരെ ഏതെങ്കിലും ഒരു MP മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് വീക്കാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ MP-മാരാണ്. ഈ MP-മാർ ഇത് ഡീകമ്മീഷൻ ചെയ്യണം, ഇത് ഞങ്ങളുടെ തലയ്ക്ക് മേലെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പാർലമെൻറ്റിൽ പറയാത്തിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് എന്താ ആവശ്യം? കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ജനാധിപത്യമല്ലേ? കേരളത്തിലെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൻ്റെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ? അവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിക്കാണ് ആവശ്യം. അപ്പോൾ ഈ തർക്കം കേന്ദ്രത്തിന് അറിയാവുന്നതാണോ റസൽ ജോയി? ഈ തർക്കത്തെക്കുറിച്ച് കേരളത്തിന് അറിയാവുന്നതാണല്ലോ. അത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാവുന്നതാണല്ലോ. അതിപ്പോൾ ഇന്നലെ തുടങ്ങിയതാണോ? ഇത് എത്ര കാലമായി തുടങ്ങിയതാണ്? കേന്ദ്രത്തിന് ഒരു മുൻകൈ എടുക്കാം. ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ കേന്ദ്രം? ഇല്ല. അതെന്താ അങ്ങനെ ഒരു ആവശ്യം വരണ്ടേ? ഇന്ന് ഈ കേസിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉൾപ്പെടെ 14ഓളം സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ട് ഈ തമിഴ്നാടും കേന്ദ്രവും ഈ സംസ്ഥാനങ്ങളെ കക്ഷിയാക്കിയില്ല? അവിടെ ലീഗലി നോൺ ജോയിൻറ്റർ ഓഫ് നെസസറി പാർട്ടീസ് എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. എന്തുകൊണ്ട് നാളിതുവരെ ഈ സംസ്ഥാനങ്ങളെ ഈ കേസിൽ കക്ഷികളാക്കുന്നില്ല? അപ്പോൾ ഒരു ഹിഡൻ അജണ്ടയുടെ പൊളിറ്റിക്സാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമില്ലാത്ത, അവരെ പരിഗണിക്കാത്ത ഒരു പൊളിറ്റിക്സാണ്. അല്ലെങ്കിൽ കേരളത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഇത്രയും ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് 14ഓളം സ്റ്റേറ്റുകളാണെന്ന് കേരളത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ കക്ഷികളാക്കാത്തത്? ഇത് കേരളത്തിൻ്റെ ഒരു വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയം കേരളത്തെ സംബന്ധിച്ചൊരു വേമ്പനാട്ട് കായൽ എന്തോരം വെള്ളം ഒഴുകി പോകുന്നു. ഇന്ത്യക്ക് ആവശ്യമുള്ള മൊത്തം വെള്ളം കേരളത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഒരു ഇഷ്യൂയൊന്നുമല്ല. ഒരു നാഷണൽ വാട്ടർ പോളിസി വേണം എന്ന് കേരളത്തിലെ MP-മാർ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ പറയുന്നില്ല? എന്തിനാ ഇവരെല്ലാം അവിടെ പോയിരിക്കുന്നതെന്ന് എൻ്റെ സംശയം. ശരി, ഞാൻ അങ്ങനെ